ഹലോ. ഇന്നത്തെ കാലത്തും പലർക്കും ഡയപ്പേഴ്സ് എങ്ങനെ കൃത്യമായി യൂസ് ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ളതാണ് സത്യം. സോ വാട്ട്സ് ദ ബെസ്റ്റ് ഡയപ്പർ ഹാക്ക്, അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. പണ്ടുള്ളവർ പറയുന്നത് പോലെ അച്ഛനപ്പൂപ്പന്മാരുടെ എടുത്തു വെച്ച പഴയ മുണ്ട് മാത്രം ഉപയോഗിക്കുന്നതാണോ നല്ലത്? അല്ല ഗൈസ്. എൻ്റെ കുഞ്ഞൊക്കെ മിനിറ്റുകൾ കൊണ്ട് കാര്യം സാധിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ കുഞ്ഞിനെ ഒന്ന് വിശ്വസിച്ച് എടുക്കാൻ കൂടി പറ്റൂലായിരുന്നു. എൻ്റെ ഡ്രസ്സ് കൊളാക്കും, അവൻ്റെ ഡ്രസ്സ് കൊളാക്കും. പിന്നെ ഒന്ന് കിടത്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് മൂത്രം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഇത് വെറ്റാകും, കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കും. അവന് റെസ്റ്റില്ല, എനിക്ക് റെസ്റ്റില്ല. ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ഗൈസ് ആ സമയത്ത്. അപ്പോഴാണ് ഞാൻ ഈ ക്ലോത്ത് ഡയപ്പേഴ്സിനെ കുറിച്ചിട്ട് അറിയുന്നതും ഉപയോഗിക്കുന്നതും. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് തന്നെ നമ്മളുടെയൊക്കെ ലൈഫ് ബെറ്റർ ആക്കാനാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങണം, ഉപയോഗിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. പകൽ സമയത്ത് ഞാനിത് ഉപയോഗിച്ചിരുന്നു ഗൈസ്, ക്ലോത്ത് ഡയപ്പേഴ്സ്. 2-3 മണിക്കൂറൊക്കെ സുഖമായിട്ട് ഇത് മൂത്രമൊക്കെ ഹോൾഡ് ചെയ്യും, വെറ്റായിരിക്കില്ല, കുഞ്ഞ് സുഖമായി ഉറങ്ങും. അതോടുകൂടി അമ്മയുടെ ഉറക്കവും സുഖകരമായിരിക്കും ഗൈസ്. രാത്രി കാലങ്ങളിൽ നമുക്ക് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ഉപയോഗിക്കാം. ക്ലോത്ത് ഡയപ്പർ ആണെങ്കിലും ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ആണെങ്കിലും അപ്പം ഇട്ടു എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ മാറ്റണം ഗൈസ്. അല്ലെങ്കിൽ ഇൻഫെക്ഷനാവും, റാഷസൊക്കെ വരും. ഇത് രണ്ടും ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ അവരുടെ ബട്ടക്സിലൊക്കെ തേച്ച് കൊടുക്കുക, എന്നിട്ട് ഇത് ഉപയോഗിക്കാം. എന്നിട്ട് ഇത് ചേഞ്ച് ചെയ്യുന്ന ഇടവേളകളിൽ, അതായത് 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മളിത് മാറ്റുന്ന സമയത്ത് ഒരു അരമണിക്കൂർ ഫ്രീ ആയിട്ട് വിടുക, ഒന്നും ഇടാതിരിക്കുക. അല്ലെങ്കിൽ ഇതുപോലൊരു മുണ്ട്, കോട്ടൻ്റെ പഴയ കീറിയ മുണ്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അവിടെ എയർ സർക്കുലേഷൻ നടക്കും, റാഷസ് ഒന്നും വരില്ല. സുഖകരമായി നമുക്ക് ഇവരൊന്ന് എഴുന്നേറ്റ് നടക്കുന്നത് വരെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് തട്ടിമുട്ടിയൊക്കെ പോകാൻ പറ്റും. അതേസമയം മുണ്ട് മാത്രം ഉപയോഗിച്ചാൽ നടക്കൂല ഗൈസ്.